നമസ്കാരം, സ്വാഗതം ഈസ്റ്റ് അവറിലേക്ക്. പ്രധാന വാർത്തകൾ ആദ്യം. റമദാനോടനുബന്ധിച്ച് രാജ്യത്തെ തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ച സൗദി രാജാവ്. അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. റമദാനിൽ ഗതാഗത കുരുക്കൊഴിവാക്കാൻ റോയൽ ഒമാൻ പോലീസിന്റെ നിർദ്ദേശം. കുവൈത്തിൽ റമദാൻ ന്യായവില ഉറപ്പാക്കുന്നുണ്ടോ എന്നറിയാൻ സാമൂഹികകാര്യമന്ത്രിയുടെ പരിശോധന. സൗദിയിൽ ട്രക്കുകൾക്കും ബസ്സുകൾക്കും നിബന്ധന കടുപ്പിച്ച ഗതാഗത മന്ത്രാലയം. അതോറിറ്റിയുടെ അനുമതിയില്ലാതെ വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്തി വാഹനം കണ്ടുകെട്ടും. 4 തരം നിയമലംഘനങ്ങളും പിഴാ നടപടിയും അതോറിറ്റി പുറത്തിറക്കി. ഖത്തറിലെ വിവിധ സർക്കാർ സേവനങ്ങൾ സമ്മാനിച്ച മെട്രാഷ് 2 ആപ്ലിക്കേഷൻ ഇനി ഓർമ്മ. ഇന്നു മുതൽ സേവനങ്ങൾ പുതിയ മെട്രാഷ് ആപ്ലിക്കേഷനിലേക്ക്. പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. റമദാൻ മാസമായതോടെ പൗരന്മാർക്കും താമസക്കാർക്കും നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ്. വാഹനമോടിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിൽ റോഡ് അപകടങ്ങൾ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ കൂടുതലാണെന്നാണ് സ്ഥിതിവിവരക്കണക്കുകൾ പറയുന്നത്. ഇത് കണക്കിലെടുത്താണ് റോയൽ ഒമാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. റമദാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപകടങ്ങളിൽ വലിയൊരു ശതമാനവും വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധക്കുറവും ക്ഷീണവും ഉറക്കക്കുറവും കാരണമാണ് സംഭവിക്കുന്നത്. യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ വാഹനം നിർത്തി മതിയായി വിശ്രമമെടുക്കണമെന്നും ROP നിർദ്ദേശിക്കുന്നു. വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം പാലിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഫ്ലെക്സിബിൾ സംവിധാനം അനുസരിച്ച് വ്യത്യസ്ത ജോലി സമയങ്ങൾ പാലിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മസ്കത്ത് ഗവർണറിലെ പ്രധാന റോഡുകൾ ദാഖിലിയ റോഡ് മസ്കത്ത് മുതൽ ബിദ്ബുദ് പാലം വരെ, ബാത്തിന ഹൈവേ മസ്കത്ത് മുതൽ ഷിനാസ് വരെ എന്നീ പാതകളിലാണ് ട്രക്കുകളുടെ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 6:30 മുതൽ 9:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെയും ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുമാണ് നിരോധനം. മീഡിയ 1 മസ്കത്ത്. റമദാനിനോടനുബന്ധിച്ച് സൗദി അറേബ്യയിലെ തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ആശ്വാസമാകുന്നതാണ് തീരുമാനം. ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച പൊതുമാപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. ഗുരുതരമല്ലാത്ത പൊതു നിയമലംഘനങ്ങളിൽ നിയമ നടപടി നേരിടുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. പൊതുമാപ്പിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കാൻ ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നൈഫ് രാജകുമാരൻ ജയിൽ വകുപ്പിന് നിർദ്ദേശം നൽകി. ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ വിജ്ഞാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് നടപടി. മാപ്പിനർഹരായവരെ കണ്ടെത്തുന്നതിന് ഓരോ പ്രവിശ്യയിലും പ്രത്യേക കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി നിലവിൽ വന്നത്. കൊലപാതകം, രാജ്യദ്രോഹം, ഭീകരപ്രവർത്തനം തുടങ്ങിയ ഗുരുതരമല്ലാത്തതും പൊതു നിയമലംഘനങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവരുമായ തടവുകാരെയാണ് ആനുകൂല്യത്തിന് പരിഗണിക്കുക. ഗതാഗത നിയമലംഘനം, സൈബർ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, സദാചാര മോഷണ കേസുകൾ, താമസ നിയമലംഘനം തുടങ്ങിയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പുരുഷ വനിതകൾക്ക് ആനുകൂല്യം ലഭിച്ചേക്കും. ഇളവ് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി തടവുകാർക്കും ആശ്വാസമാകും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. റമദാൻ പ്രമോഷനുകൾ പരിശോധിക്കുന്നതിനും ന്യായമായ വില ഉറപ്പാക്കുന്നതിനും മന്ത്രാലയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഫീൽഡ് വിസിറ്റ് നടത്തി. കുവൈറ്റ് സാമൂഹികാര്യ മന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുബൈലയാണ് സഹകരണ സംഘങ്ങളിൽ അപ്രതീക്ഷിത ഫീൽഡ് വിസിറ്റ് നടത്തിയത്. പുണ്യമാസത്തിൽ ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപണി സ്ഥിരത നിലനിർത്തുന്നതിനുമായി തുടർച്ചയായ ഫീൽഡ് വിസിറ്റ് നടത്തുന്നതിന്റെ പ്രാധാന്യം മന്ത്രി ചൂണ്ടിക്കാട്ടി. മാരകറ്റി ചിക്കൻ സ്റ്റോക്കുകൾക്ക് സൗദിയിൽ വിലക്ക് ഏർപ്പെടുത്തി. നിരോധിച്ച കൃത്രിമ നിറം കണ്ടെത്തിയതിനാലാണ് നിരോധനം. ഉൽപ്പന്നം ഉപഭോക്താക്കൾ ഉപയോഗിക്കരുതെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ സുലഭമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് മാരഗറ്റി ചിക്കൻ സ്റ്റോക്ക്. ഈജിപ്തിൻ്റെതാണ് ഉൽപ്പന്നം ഉപഭോക്താക്കൾ ഉപയോഗിക്കരുതെന്നാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി നൽകിയ നിർദ്ദേശം. മാരഗറ്റി ചിക്കൻ സ്റ്റോക്കിന് സൗദിയിൽ വിലക്കും ഏർപ്പെടുത്തി. ഹാനികരമായതും നിരോധിച്ചതുമായ നിറങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് നടപടി. ഉൽപ്പന്നം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. 480 ഗ്രാം പാക്കുകളിലായിട്ടാണ് മാരഗറ്റി ചിക്കൻ സ്റ്റോക്ക് ലഭ്യമായിരുന്നത്. സാധാരണക്കാർക്കിടയിൽ ജനകീയമായിരുന്നു ഉൽപ്പന്നത്തിന്റെ ഇറക്കുമതി കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിപണിയിൽ നിന്ന് ഉൽപ്പന്നം പൂർണ്ണമായി പിൻവലിക്കാനുള്ള നടപടികളും പൂർത്തിയായി. ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങൾക്ക് പിഴയടക്കം കടുത്ത ശിക്ഷ നൽകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
മെഡിക്കൽ സപ്ലൈ കമ്പനികൾ അവരുടെ ബിസിനസ്സുകളും ഉൽപ്പന്നങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം. മെഡിക്കൽ സപ്ലൈ രജിസ്ട്രേഷനുകൾക്കും ഇറക്കുമതി അഭ്യർത്ഥനകൾക്കും ഉൽപ്പന്ന റിലീസുകൾക്കുമായി അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് മാത്രമേ അനുമതിയുള്ളൂവെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഔദ്യോഗിക അറിയിപ്പ് തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഫാർമസി പ്രൊഫഷന്റെയും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളുടെയും പ്രാക്ടീസ് നിയന്ത്രിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് നടപടി. സൗദിയിൽ ട്രക്കുകൾക്കും ബസ്സുകൾക്കും നിബന്ധനകൾ കടുപ്പിച്ച ഗതാഗത മന്ത്രാലയം. അതോറിറ്റിയുടെ അനുമതിയില്ലാതെ വാഹനങ്ങൾ റോഡിലിറക്കുകയോ സേവനത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ കടുത്ത പിഴ ചുമത്തി വാഹനം കണ്ടുകെട്ടുമെന്ന് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. 4 തരം നിയമലംഘനങ്ങളും അവയ്ക്കുള്ള പിഴകളും നടപടികളും അതോറിറ്റി പുറത്തിറക്കി. രാജ്യത്തെ ലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും സ്ഥാപനങ്ങളും വ്യക്തികളും പാലിക്കേണ്ട നിബന്ധനകൾ കർശനമാക്കി ഗതാഗത മന്ത്രാലയം. സേവനത്തിലേർപ്പെടുന്നവർ ഒഴിവാക്കേണ്ട 4 നിയമലംഘനങ്ങളും അവർക്കുള്ള 6 തരം പിഴകളും അതോറിറ്റി പ്രസിദ്ധീകരിച്ചു. ലൈസൻസ് നേടിയതിനു ശേഷമല്ലാതെ റോഡുകളിൽ വാഹനമിറക്കാൻ പാടില്ല. കൂടാതെ ലൈസൻസ് ഇല്ലാതെ റോഡുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ജോലികളും നിയമലംഘനത്തിൽ ഉൾപ്പെടും. യാത്രക്കാരെ ക്ഷണിക്കുക, അവരെ വാഗ്ദാനങ്ങൾ നൽകി വിളിക്കുക, പിന്തുടരുക, അവരെ തടയുക, ഒത്തുകൂടുക, ക്ഷണിക്കുന്നതിനായി യാത്രക്കാർ ഉള്ള സ്ഥലങ്ങളിൽ ചുറ്റി നടക്കുക എന്നിവയും നിയമലംഘനങ്ങളായി പരിഗണിക്കും. അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമല്ലാതെ ലൈസൻസ് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. ലൈസൻസ് ഉള്ള പ്രവർത്തനത്തിന് പുറമെ വാഹനം പ്രവർത്തിപ്പിക്കാൻ അനുവാദമില്ലെന്നും വ്യവസ്ഥയിൽ നിഷ്കർഷിക്കുന്നുണ്ട്. നിയമലംഘനങ്ങൾക്ക് 50 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുവാനും ഒപ്പം 1 വർഷം വരെ ലൈസൻസ് പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കുവാനും ചട്ടം വിഭാവനം ചെയ്യുന്നുണ്ട്. കൂടാതെ 2 മാസക്കാലത്തേക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. വിനോദം, ആരോഗ്യം, നിക്ഷേപം എന്നിവ ലക്ഷ്യമാക്കി തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താക്കിൽ വാക്ക് സിറ്റി പദ്ധതി ഒരുങ്ങുന്നു. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് റുസ്താഖ് ആശുപത്രിക്ക് സമീപം 28,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുങ്ങുന്നത്. പ്രദേശത്തെ താമസക്കാർക്കും സന്ദർശകർക്കും ജീവിത നിലവാരം ഉയർത്തുന്നതും വിനോദാനുഭവം നൽകുന്നതുമാണ് നടപ്പാത. നഗരങ്ങളെ മാനുഷികവൽക്കരിക്കുക എന്ന ആശയവും പദ്ധതിയുടെ രൂപകൽപ്പനയിലുണ്ട്. ദുബായ് നഗരത്തിലെ പബ്ലിക് പാർക്കിംഗ് സേവനദാതാവായ പാർക്കിംഗ് കമ്പനി പാർക്കിനിന്റെ ലാഭത്തിൽ വീണ്ടും വർധന. കഴിഞ്ഞ വർഷം 4ാം പാദത്തിൽ 12 കോടി ദിർഹത്തിന്റെ മൊത്ത ലാഭമാണ് കമ്പനി ഉണ്ടാക്കിയത്. പണം നൽകിയുള്ള പാർക്കിംഗ് വർദ്ധിച്ചതും കൂടുതൽ പാർക്കിംഗ് സ്പേസുകൾ ഒരുക്കിയതുമാണ് പാർക്കിനിന്റെ വരുമാനത്തിൽ പ്രതിഫലിച്ചത്. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴയും വരുമാനത്തിന്റെ ഭാഗമായി. ആകെ ലാഭത്തിൽ 2023 4ാം പാദത്തേക്കാൾ 13% വർധനയാണ് കമ്പനി കൈവരിച്ചത്. 2024 വർഷത്തെ 4ാം പാദത്തിൽ 26.5 കോടി ദിർഹമാണ് പാർക്കിനിന്റെ ആകെ വരുമാനം. കഴിഞ്ഞ വർഷം 5,09,000 പിഴകളാണ് ട്രാഫിക് നിയമലംഘനത്തിൽ പാർക്കിൻ ചുമത്തിയത്. 2023 ഇതേ കാലയളവിൽ ഇത് 3,17,000 മാത്രമായിരുന്നു. 60% വർധന. പിഴകളിൽ നിന്ന് കഴിഞ്ഞ വർഷം അവസാന 3 മാസത്തിൽ പിരിച്ചെടുത്തത് 77 ദശലക്ഷം ദിർഹം. മുൻവർഷം ഇത് 44.8 ദശലക്ഷം മാത്രമായിരുന്നു. 69 ലക്ഷം നമ്പർ പ്ലേറ്റുകളാണ് പാർക്കിൻ സ്മാർട്ട് വാഹനങ്ങൾ സ്കാൻ ചെയ്തത്. 2024 ആകെ 24.91 കോടി ദിർഹമാണ് പിഴ ഇനത്തിൽ പാർക്കിൻ ഈടാക്കിയത്. മുൻവർഷം ഇത് 18.13 കോടി ദിർഹം മാത്രമായിരുന്നു. 37% വർധന. കഴിഞ്ഞ വർഷം 42.35 കോടി ദിർഹത്തിൻ്റെ ലാഭമാണ് പാർക്കിൻ നേടിയത്. വാർഷിക വരുമാനം 92.52 കോടി ദിർഹം. ഏപ്രിൽ ആദ്യ വാരം മുതൽ നടപ്പാക്കുന്ന വേരിയബിൾ പാർക്കിംഗ് കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനിയുടെ ലാഭം വരും വർഷങ്ങളിലും കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മീഡിയ 1, ദുബായ്. എയർ ബസ്സുകൾ വാങ്ങാനായി ഫ്ലൈനാസിന് അൽ ജസീറ ബാങ്ക് 495 കോടി റിയാൽ നൽകും. വായ്പാ കരാറിൽ ഇരു കൂട്ടരും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു. 3 ആധുനിക വിമാനങ്ങൾ വാങ്ങാനാണിത്. പുതിയ എയർ ബസ്സുകൾ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ. 495 കോടി റിയാൽ മൂല്യത്തിന്റെ കരാറിലാണ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. 3 A320 നിയോ വിമാനങ്ങൾ വാങ്ങാനുള്ള ധനസഹായ കരാറാണിത്. ആധുനിക സംവിധാനങ്ങളുള്ള എയർ ബസ്സുകളാണിവ. അൽ ജസീറ ബാങ്കുമായിട്ടാണ് ധാരണ. വിമാന മേഖലയും സൗദി ബാങ്കിംഗ് മേഖലക്കുമിടയിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സാമ്പത്തിക വിപണിയുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുക, വികസന സാധ്യതകൾ ഉറപ്പാക്കുക എന്നിവയുടെ ഭാഗമായാണ് നീക്കം. 2007 സ്ഥാപിതമായ സ്വകാര്യ സൗദി എയർലൈൻസ് ആണ് ഫ്ലൈനാസ്.
ലോ കോസ്റ്റ് എയർലൈൻ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുക. 30 രാജ്യങ്ങളിലേക്ക് നിലവിൽ കമ്പനി സേവനം നൽകുന്നുണ്ട്. 2030 100 പുതിയ വിമാനങ്ങൾ സൗദിയിലെത്തിക്കുകയാണ് ഫ്ലൈനാസിന്റെ ലക്ഷ്യം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തർ എയർവേസ് വഴി ഹജ്ജ് ഉംറ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് വിമാനത്താവളത്തിന് പുറത്ത് ചെക്ക് ഇൻ സൗകര്യവുമായി വിമാന കമ്പനി. ഇത് സംബന്ധിച്ച് സൗദി ഗ്രൗണ്ട് സർവീസുമായി കരാറിൽ ഒപ്പുവെച്ചു. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഖത്തർ എയർവേസ് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി വിമാനത്താവളത്തിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ കാത്തിരിക്കേണ്ടതില്ല. യാത്രക്കാർക്ക് മക്ക ക്ലോക്ക് ടവറിലെ ഫെയർമൗണ്ട് ഹോട്ടലിലെത്തി ഓഫ് എയർപോർട്ട് ചെക്ക് ഇൻ സേവനം പ്രയോജനപ്പെടുത്താം. തീർത്ഥാടകർക്ക് ചെക്ക് ഇൻ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാം. ബോർഡിംഗ് പാസുകൾ വിമാനത്താവളത്തിലെത്തും മുമ്പ് തന്നെ ലഭിക്കും. ഇത് വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഹജ്ജ് ഉംറ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവസരമൊരുക്കും. മക്കയിൽ വെച്ച് ചെക്ക് ഇൻ പൂർത്തിയാക്കി വിമാനം പുറപ്പെടാനുള്ള സമയം കണക്കിലെടുത്ത് ജിദ്ദ വിമാനത്താവളത്തിലേക്ക് നീങ്ങിയാൽ മതി. ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞും തീർത്ഥാടകർക്ക് അവരുടെ യാത്രാനുഭവം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഖത്തർ എയർവേസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് മക്കയിലെ ഓഫ് എയർപോർട്ട് ചെക്ക് ഇൻ സേവനമെന്ന് CEO എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു. മീഡിയ 1, ദോഹ. ഖത്തറിലെ വിവിധ സർക്കാർ സേവനങ്ങൾ സമ്മാനിച്ച ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് 2 ആപ്ലിക്കേഷൻ ഇനി ഓർമ്മ. ഇന്നു മുതൽ ഈ സേവനങ്ങളെല്ലാം പുതിയ മെട്രാഷ് ആപ്ലിക്കേഷനിൽ ലഭ്യമാകും. വിസ അപേക്ഷ മുതൽ ട്രാഫിക്, ജനറൽ സേവനങ്ങളെല്ലാം തുടങ്ങി ഖത്തറിലെ സർക്കാർ സേവനങ്ങളിലേക്കുള്ള സിംഗിൾ വിൻഡോയായിരുന്നു മെട്രാഷ് 2. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായിരുന്ന മെട്രാഷ് 2 ആപ്ലിക്കേഷൻ മാർച്ച് 1 പ്രവർത്തനരഹിതമാകുമെന്ന് 2 ആഴ്ച മുമ്പ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ മെട്രാഷ് ആപ്ലിക്കേഷൻ മന്ത്രാലയം അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് മെട്രാഷ് പുതിയ പതിപ്പ് പുറത്തിറക്കിയത്. പുതിയ പേയ്മെന്റ് സംവിധാനം, വ്യക്തിഗത ഓതറൈസേഷൻ, സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ, റീപ്രിന്റ്, ഭാര്യയുടെയും കുട്ടികളുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ സേവനങ്ങളും പുതിയ ആപ്പിൽ ലഭ്യമാണ്. റെസിഡൻസി പെർമിറ്റിന് അപേക്ഷിക്കൽ, പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ്, ഗതാഗത ലംഘനം റിപ്പോർട്ട് ചെയ്യൽ തുടങ്ങിയവ ഉൾപ്പെടെ 250-ലേറെ സേവനങ്ങളാണ് മെട്രാഷിലുള്ളത്. ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. മീഡിയ 1, ദോഹ. ഇന്ത്യൻ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ബഹ്റൈനിൽ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കൗൺസിലർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു. കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ ഉന്നയിച്ച മിക്ക കേസുകളും പരിഹരിച്ചതായി അംബാസിഡർ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെട്ട IX 573 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദമാം എയർപോർട്ടിലിറക്കി. 2 തവണ ബഹ്റൈൻ എയർപോർട്ടിലിറക്കാൻ ശ്രമിച്ചെങ്കിലും ക്യാപ്റ്റൻ പിന്നീട് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് ദമാം എയർപോർട്ടിലിറക്കാൻ തീരുമാനിച്ചത്. യാത്രക്കാർ നിലവിൽ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമിട്ട് UAE-യും ഇറാനും. ആദ്യഘട്ട ചർച്ച അബുദാബിയിൽ നടന്നു. UAE രാഷ്ട്രീയകാര്യ വകുപ്പ് സഹമന്ത്രി ലാന നുസൈബ, ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മാജിദ് തഖ്ത് റാവൻജി എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ആദ്യഘട്ട കൂടിക്കാഴ്ചയിൽ ഇരു സംഘങ്ങളും സംതൃപ്തി പ്രകടിപ്പിച്ചു. പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷുമായും ഇറാൻ സംഘം കൂടിക്കാഴ്ച നടത്തി. മിഡിൽ ഈസ്റ്റ് അവർ തുടരുന്നു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കായി സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. കൈഫാൻ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കാറ്റഗറികളിലായി മത്സരങ്ങൾ നടന്നു. ഫോക്ക് സെൻട്രൽ സോൺ ചാമ്പ്യന്മാരായി. ഫഹാഹിൽ സോൺ ഫസ്റ്റ് റണ്ണറപ്പും അബ്ബാസിയ സോണിൽ സെക്കൻഡ് റണ്ണറപ്പുമായി. സ്പോർട്സ് ഡേയുടെ ഭാഗമായി നടന്ന മാർച്ച് പാസ്റ്റിന് ഏഷ്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ചീഫ് ഉഷ ദിലീപ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മാർച്ച് പാസ്റ്റിൽ ഫഹാഹിൽ സോൺ 1-ാം സ്ഥാനവും അബ്ബാസിയ സോൺ 2-ാം സ്ഥാനവും സെൻട്രൽ സോൺ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സൗദിയിലെ യാംബു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 18-ന് റദുവ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. മത്സരത്തിന്റെ ലോഗോയുടെയും ഫിക്സ്ചറിന്റെയും പ്രകാശനം യാംബുവിൽ നടന്നു. YFA പ്രസിഡന്റ് ഷബീർ ഹസൻ അധ്യക്ഷത വഹിച്ചു.
ഒമാനിലെ മസീറ ഐലൻഡിലെ ഇന്ത്യൻ സ്കൂൾ 13ാം വാർഷികം ആഘോഷിച്ചു. പരിപാടി ഒമാൻ ഇന്ത്യൻ സ്കൂളുകളുടെ ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്കം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. MP വിനോബ, ഡോക്ടർ P അബ്ദുൽ ജലീൽ, റഫീഖ് വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ തൃത്താല സ്കൂളിലെ സഹപാഠികൾ ഖത്തറിൽ ഒരുമിച്ചുകൂടി. 1980 SSLC ബാച്ചിലെ സഹപാഠികളാണ് വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചത്. സൗഹൃദങ്ങൾക്ക് കാലത്തിന്റെ പഴക്കവും ആകാശത്തിന്റെ അതിരുകളും ബാധകമല്ലെന്ന് തെളിയിക്കുകയാണ് തൃത്താല സ്കൂളിലെ നിളയോരം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. 1980 തൃത്താല KB മേനോൻ സ്കൂളിൽ നിന്നും SSLC പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയാണ് നിളയോരം. ഈ കൂട്ടായ്മയിലെ 12 പേർ കഴിഞ്ഞ വാരം ഖത്തറിൽ ഒരുമിച്ചുകൂടി. 8 സ്ത്രീകളും 4 പുരുഷന്മാരും, എല്ലാവരും 60 പിന്നിട്ടവർ. ഖത്തറിൽ പ്രവാസിയും കൂട്ടായ്മയിലെ അംഗവുമായ ഹുസൈനാണ് ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ചത്. താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ഖത്തറിലെ ചെലവുകളും വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ 1980 ശേഷം ഈ ഗ്രൂപ്പ് ഉണ്ടായത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയത് 2019 അതിൽ ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. അങ്ങനെ ഞങ്ങൾ 2019 ഒരു ഗ്യാതറിങ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സംഗമത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റേതായിട്ട് ഞാനിങ്ങനെ പറഞ്ഞാണ് അവരോട്, ഖത്തറിലേക്ക് ഇപ്പോൾ വിസ ആവശ്യമില്ല, നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷനും പിന്നെ ഫുഡും ഞാൻ അറേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് വന്നാൽ അവിടെ ഖത്തർ എല്ലാം സന്ദർശിച്ച് പോരാന്ന് പറഞ്ഞു. സഹപാഠികളിൽ ചിലർക്കിത് ആദ്യ വിമാനയാത്രയായിരുന്നു. മറ്റു ചിലർക്ക് ആദ്യ വിദേശയാത്രയും. സൂക്ക് വാക്കിഫും ഫൈസൽ മ്യൂസിയവും തുടങ്ങി ഡ്യൂൺ ഡ്രൈവ് വരെ ആസ്വദിച്ചാണ് നിളയോരം കൂട്ടായ്മ ഖത്തറിൽ നിന്നും മടങ്ങിയത്. മീഡിയ 1 ദോഹ. അൽ ഫുർഖാൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ അഹ്ലൻ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സൈഫുള്ള ഖാസിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജ്മൽ മദനി അൽ കോബാർ പ്രഭാഷണം നടത്തി. കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ മുസാനദ് ഫണ്ട് വിതരണം നടത്തി. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സംഘടനാ അംഗങ്ങൾക്കുള്ള പദ്ധതിയാണ് മുസാനദ്. മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ അംഗങ്ങൾക്കുള്ള മുസാനദ് വിഹിതം വിതരണം ചെയ്തു. സൈനുൽ ആബിദ് ഫൈസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ, KKS തങ്ങൾ, അബ്ദുൽ ഹമീദ് ഫൈസി എന്നിവർ പങ്കെടുത്തു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്ത് പ്രവർത്തകർക്കായി ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളായി വഫ്രയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 4 മേഖലകളിൽ നിന്നായി 150-ലധികം ആളുകൾ പങ്കെടുത്തു. TV ഹിക്മത്ത്, R നാഗനാഥൻ, J സജി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തി. മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുവൈത്തിൽ വിസ്മയം തീർത്ത ലിറ്റിൽ വേൾഡ് എക്സിബിഷൻ അവസാനിച്ചു. 3 മാസത്തിലേറെ നീണ്ടുനിന്ന അന്താരാഷ്ട്ര എക്സിബിഷനിൽ സ്വദേശികളും പ്രവാസികളും അടക്കം 10,000-ങ്ങളാണ് കാഴ്ചക്കാരായി എത്തിയത്. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമായ ഭക്ഷണ രുചികൾ തുടങ്ങിയവ ശ്രദ്ധേയമായി. 3 മാസത്തിലേറെ നീണ്ടുനിന്ന മേളയിൽ കുവൈത്ത്, ഇന്ത്യ, ചൈന, കൊറിയ, ജപ്പാൻ, തായ്ലാന്റ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ 14ഓളം പവലിയനുകൾ സജ്ജീകരിച്ചിരുന്നു. മിഷറഫ് എക്സിബിഷൻ സെന്റർ ഏരിയയിലെ ഹാൾ നമ്പർ 6-ന് സമീപത്തുള്ള പാർക്കിംഗ് സ്ഥലത്തായിരുന്നു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. മേളയ്ക്ക് വലിയ സ്വീകാര്യതയാണ് സ്വദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ലഭിച്ചത്. കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവലിയനുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷനാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ മികച്ച പവലിയനുള്ള അവാർഡ് ഇന്ത്യൻ പവലിയന് ലഭിച്ചു. എക്സിബിഷനിലെ തന്നെ ഏറ്റവും വലിയ പവലിയനായ ഇന്ത്യൻ പവലിയൻ ഒരുക്കിയത് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബറക്കാത്ത് എക്സിബിഷനാണ്. കുവൈത്തിൽ ആദ്യമാണെങ്കിലും വ്യാപാരമേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് CEO ചന്ദ്രൻ ബേ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഈ കുവൈറ്റിലെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്. ആ ഫെസ്റ്റിവലിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്ത്യയിലുള്ള എല്ലാ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചു. ഇന്ത്യൻ പവലിയന് 1ാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജനറൽ മാനേജർ അനിൽ ബേ പറഞ്ഞു. അപ്പോൾ അതിലെ ഏറ്റവും നല്ല പവലിയൻ ഇന്ത്യ പവലിയൻ കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. വിവിധ പവലിയനുകളിൽ നിന്ന് അതത് രാജ്യത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവും വിനോദ കായിക പരിപാടികൾക്കായുള്ള പ്രത്യേക എന്റർടൈൻമെന്റ് ഏരിയകളും കുട്ടികൾക്കുള്ള ഫൺഫെയർ സൗകര്യവും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കൂടുതൽ രാജ്യങ്ങളുമായി അടുത്ത വർഷത്തിൽ മികച്ച രീതിയിൽ മേള സംഘടിപ്പിക്കുമെന്ന് വേഗ ഇന്റർനാഷണൽ CEO ടോണി പറഞ്ഞു. So we hopefully in the next time we're going to have something new, like Morocco Pavilion will be here.
Russia, and we believe that next time will be very good to have the new thing in Kuwait. Media One, Kuwait City. പ്രമുഖ പണ്ഡിതൻ നൌഷാദ് മദനി കാക്കവയലിന് കുവൈത്ത് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്ന റമദാൻ സംഗമത്തിൽ വിശുദ്ധ ഖുർആനിന്റെ മാസം എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. കുവൈത്ത് വിമാനത്താവളത്തിൽ IIC നേതാക്കൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കുവൈത്ത് ദേശീയ ദിന വിമോചന ദിനത്തോടനുബന്ധിച്ച് OICC കണ്ണൂർ ജില്ലാ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അബ്ബാസിയ മെട്രോ മെഡിക്കൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ലിപിൻ മുഴക്കുന്ന് അധ്യക്ഷത വഹിച്ചു. വർഗീസ് പുതുക്കുളങ്ങര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷാർജയിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ചുവരുകളിൽ 60ഓളം കലാകാരന്മാർ ചേർന്ന് വരച്ച ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. ദുബൈയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ചിത്രങ്ങൾ സ്കൂളിന് സമർപ്പിച്ചു. കളർഫുൾ കമ്മ്യൂണിറ്റീസ് എന്ന പേരിൽ 18 വർണ്ണചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ചുവരുകളിൽ കലാകാരന്മാർ വരച്ചു ചേർത്തത്. കുട്ടിയുടെ ജനനം മുതൽ ജീവിത വിജയം വരെ നീളുന്ന ചിത്രങ്ങളാണ് ദുബൈ അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ ആർക്കിടെക്ചർ വകുപ്പിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ചേർന്ന് വരച്ചത്. അമേരിക്കൻ പെയിന്റ് കമ്പനിയായ PPGയുമായി ചേർന്നായിരുന്നു പദ്ധതി. ചിത്രങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങ് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ രക്ഷാധികാരി അഹമ്മദ് മുഹമ്മദ് അൽ മിദ്ഫയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര അധ്യക്ഷനായിരുന്നു. അമിറ്റി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ റാഫിദ് അൽ ഖദ്ദാർ, PPG മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ജീൻ ഫ്രാൻസുവ ലമായർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് ഉപഹാരങ്ങൾ കൈമാറി. പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച സലീഷ്, അബ്രഹാം സാമുവൽ, സക്കീന എന്നിവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു. മീഡിയ വൺ, ഷാർജ. വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളുമായി ഗാനോൺ യൂണിവേഴ്സിറ്റി സംഘം കുവൈത്തിൽ. അമേരിക്കയിലെ പ്രശസ്ത സ്വകാര്യ സർവകലാശാലയായ ഗാനോൺ സർവകലാശാലയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള സൗകര്യമൊരുക്കുന്നത്. വ്യവസായം, എഞ്ചിനീയറിംഗ്, ആരോഗ്യം, IT തുടങ്ങിയ മേഖലകളിൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ സർവകലാശാലയിൽ ലഭ്യമാണ്. 100 വർഷം പൂർത്തിയാകുന്ന ഈ വർഷത്തിൽ ദക്ഷിണേഷ്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം വർദ്ധിപ്പിച്ചു കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്ന് ഗാനോൺ ഗ്ലോബൽ എൻറോൾമെന്റ് എൻഗേജ്മെന്റ് ഡിവിഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് T. ഡിപ്പോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇൻകാസ് ദുബായ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും ഭാരവാഹികൾക്കുള്ള ആദരവും കിസൈസിൽ നടന്നു. പ്രസിഡന്റ് സുദീപ് പയ്യന്നൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KPC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ, AICC ജനറൽ സെക്രട്ടറി ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, സക്കരിയ KN തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നാളത്തെ സുബഹി സമയം. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. ദുബായ് കുറഞ്ഞ താപനില 17 ഡിഗ്രി, കൂടിയത് 23 ഡിഗ്രി. അബുദാബി 18, 23. മനാമ കുറഞ്ഞ താപനില 15 ഡിഗ്രി, കൂടിയത് 19 ഡിഗ്രി. മസ്കത്ത് 19, 27. സലാല 20, 27. ദോഹ 11 ഡിഗ്രി, കുറഞ്ഞ താപനില, കൂടിയത് 22 ഡിഗ്രി. കുവൈറ്റ് സിറ്റി 10, 20 ഡിഗ്രി. കറൻസി വിനിമയ നിരക്ക്: സൗദി റിയാൽ 23 രൂപ 32 പൈസ, UAE ദിർഹം 23 രൂപ 82 പൈസ, ഖത്തർ റിയാൽ 24 രൂപ 2 പൈസ, ഒമാൻ റിയാൽ 227 രൂപ 29 പൈസ, കുവൈറ്റ് ദിനാർ 283 രൂപ 35 പൈസ, ബഹ്റിൻ ദിനാർ 232 രൂപ 10 പൈസ. സ്വർണ്ണവില: 22 കാരറ്റ് ഗ്രാമിന് 7,940, പവന് 63,520, 18 കാരറ്റ് ഗ്രാമിന് 6,540 രൂപ, പവന് 52,320, വെള്ളി ഗ്രാമിന് 104 രൂപ. ഇടീസ്റ്റ് അവർ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.